നമസ്കാരം. ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ്, ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഏപ്രിൽ 26 ശനിയാഴ്ച മലപ്പുറം കോട്ടക്കൽ OPS പാലസിൽ വെച്ച് രണ്ടാം സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. 2023 കേരളത്തിൽ സംഘടന നിലവിൽ വന്നത്. ഈ രംഗത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ചൂഷണങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ട പരിഹാരം കാണുകയും ചെയ്യുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. 2023 എറണാകുളം ആസ്ഥാനമാക്കി രൂപീകരിച്ച സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി സാബു വർഗീസിനെയും ജനറൽ സെക്രട്ടറിയായി അജാസിനെയും തെരഞ്ഞെടുക്കുകയും ചെയ്തു. തുടർന്ന് ഒന്നാം സംസ്ഥാന സമ്മേളനം എറണാകുളം കളമശ്ശേരിയിൽ വെച്ച് 1000-ൽ പരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. വ്യവസായ മന്ത്രി P. രാജീവ് ആയിരുന്നു ആ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചത്. ഒന്നാം സംസ്ഥാന സമ്മേളനത്തിനെ തുടർന്ന് കേരളത്തിലെ 14 ജില്ലകളിലായി ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അവിടെയെല്ലാം സജീവമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ശേഷം 2025 14 ജില്ലകളിലെയും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മണ്ഡലം തല കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആളുകൾക്ക് ഒരു ഏകീകൃത കമ്മീഷൻ വ്യവസ്ഥ കൊണ്ടുവരിക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം. രണ്ടാമത് ഇവർക്കൊരു ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കുക. ഈ മേഖലയിലുള്ള തൊഴിലാളികൾ, കേരളത്തിലെ മറ്റുള്ള എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും, സമസ്ത മേഖലയിലും മത്സ്യത്തൊഴിലാളികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഇല്ലെങ്കിൽ സർക്കാർ ജോലിക്കാർക്കും അടക്കം യൂണിയനുകളും അവർക്ക് കൃത്യമായ വേതനവും കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വ്യാപരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക്, അതായത് ബ്രോക്കർമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിഭാഗത്തിന് മാത്രം ജോലിക്ക് കൂലി ചോദിച്ച് വാങ്ങാനുള്ള ഒരു അവകാശമല്ല എന്നുള്ളതാണ്. മറ്റെല്ലാ മേഖലയിലും അതുണ്ട് എന്നിരിക്കെ അപ്പോൾ ഒരു ഏകീകൃത കമ്മീഷൻ വ്യവസ്ഥ സർക്കാരിൻ്റെ ബില്ലിൽ അത് കൊണ്ടുവരിക. കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ ഞാൻ പോയി സംസാരിക്കുന്ന സമയത്ത് 38ഓളം MLA കാണുകയും അവർക്ക് അവരുടെ മുമ്പിൽ നമ്മൾ നിവേദനമായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 ശനിയാഴ്ച മലപ്പുറം കോട്ടക്കൽ OPS പാലസിൽ വെച്ച് രണ്ടാം സംസ്ഥാന സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. IBA മെമ്പർമാരായി രജിസ്റ്റർ ചെയ്ത 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ഈ സംഘടനയെ ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും മെമ്പർമാരുടെയും കുടുംബത്തിന്റെയും ക്ഷേമപ്രവർത്തനത്തിനും കഴിയുമെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷൻ പോലെയുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയും പദ്ധതികൾ ലക്ഷ്യമിടുന്നുണ്ട്. സമ്മേളനം കേരള കായിക ഹജ്ജ് മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് സാബു വർഗീസ് അധ്യക്ഷനായിരിക്കും. ബോബി ചെമ്മണ്ണൂര് MP, അബ്ദുസമദ് സമദാനി MP, PK കുഞ്ഞാലിക്കുട്ടി MLA, ഫാദർ ചിറമൽ, KT ജലീൽ MLA, AN നെല്ലിക്കുന്ന് MLA, AP അനിൽകുമാർ MLA, അജിഫാൻ മുഹമ്മദ് കുട്ടി, സുധീർ സുകുമാരൻ തുടങ്ങി രാഷ്ട്രീയ, ചലച്ചിത്ര, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ നിരവധി സെഷനുകൾക്ക് പുറമെ കൊച്ചിൻ കലാഭവൻ ജിൻഡോ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന മ്യൂസിക് ആൻഡ് കോമഡി ഷോയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ IBA സംസ്ഥാന പ്രസിഡന്റ് സാബു വർഗീസ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് തിരൂര്, സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ ഷാഫി കുന്നത്ത്, റിഷാദ് എടശ്ശേരി, ഷറഫുദ്ദീൻ ചെമ്പ്ര, ഇർഷാദ് പുറത്തൂർ എന്നിവർ പങ്കെടുത്തു.